മഹാകുംഭമേളയ്ക്ക് കുടുംബസമേതം പോയി വന്ന് രണ്ടാഴ്ചയായി ഇന്ന് വരെ ഒരു ജലദോഷമോ ചുമയോ പനിയോ ദേഹം ചൊറിച്ചിലോ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ കമന്റ്സ് ഒക്കെ ഇടുന്നവർ ചൊറിയുന്നതല്ലാതെ ഞങ്ങൾക്കൊരു ചൊറിച്ചിലോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല എന്നും മഹാകുംഭമേളയ്ക്ക് കുടുംബസമേതം പങ്കെടുത്ത പുണ്യസ്നാനം ചെയ്തതിന് പിന്നാലെ വിമർശിച്ചവർക്ക് ചുട്ട മറുപടിയുമായി എത്തുകയാണ് സിനിമാ സീരിയൽ താരം ശ്രീകുട്ടി. തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് താരം കുംഭമേളയെ അധിക്ഷേപിച്ചവർക്കും വിമർശിച്ചവർക്കുമെതിരെ മറുപടി നൽകുന്നത്. ഇന്നെങ്കിലും ഈ വീഡിയോ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല എന്നാണ് ശ്രീകുട്ടി പറയുന്നത്. ശ്രീകുട്ടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: കുംഭമേളയുടെ ഭാഗമാകാൻ കഴിഞ്ഞത് തന്നെ തൻ്റെയും ഭർത്താവിൻ്റെയും ജീവിതത്തിലെ മഹാഭാഗ്യമായി കാണുന്നു. കുംഭമേളയിൽ പോയി വന്നിട്ട് രണ്ടാഴ്ചയിൽ കൂടുതലായി ഇതുവരെ തനിക്കൊരു ജലദോഷമോ ചുമയോ പനിയോ ദേഹം ചൊറിച്ചിലോ ഒന്നും ഉണ്ടായിട്ടില്ലെന്നും മോശം കമൻസ് ഇടുന്നവർക്കാണ് യഥാർത്ഥത്തിൽ ചൊറിച്ചിലെന്നുമാണ് താരം പറയുന്നത്. ആ യാത്രയിൽ ഞാനും നിങ്ങളെയും കൂടെ കൂട്ടിയിരുന്നു. ഒരുപാട് പേർ ആ യാത്രയിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. 60% പേരും എതിർപക്ഷത്തായിരുന്നുവെന്നും ശ്രീകുട്ടി വ്യക്തമാക്കുകയാണ്. പേഴ്സണലായും എൻ്റെ വീഡിയോയ്ക്ക് താഴെ നെഗറ്റീവ് കമൻറ്റുകൾ വരുന്നുണ്ട്. പോസിറ്റീവിനേക്കാളും കൂടുതൽ നെഗറ്റീവ് കമൻറ്റുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കിതിവിടെ പറയണമെന്ന് തോന്നി. കമൻറ്റ് ചെയ്തവർ ഈ വീഡിയോ കാണുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും കാണുന്നവർ കുറച്ച് പേരെങ്കിലും ഉണ്ടാകും. ഞങ്ങൾ കുംഭമേളയിൽ പോയി വന്നിട്ട് രണ്ടാഴ്ചയിൽ കൂടുതലായി. ഞങ്ങൾക്ക് ഇന്ന് വരെ ഒരു ജലദോഷമോ ചുമയോ പനിയോ ദേഹം ചൊറിച്ചിലോ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ കമൻസ് ഇടുന്നവർ ചൊറിയുന്നതല്ലാതെ ഞങ്ങൾക്കൊരു ചൊറിച്ചിലോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. ത്രിവേണി സംഗമത്തിലാണ് ഞങ്ങൾ സ്നാനം ചെയ്തത്. അത് കഴിഞ്ഞ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് സോപ്പൊക്കെ തേച്ച് കുളിച്ചത്. 63 കോടി ആൾക്കാർ കുംഭമേളയ്ക്ക് വന്നു എന്നാണ് പറയുന്നത്. അവർക്കൊക്കെ പ്രശ്നമുണ്ടായോ എന്നറിയില്ല. എന്തായാലും എനിക്കും ഏട്ടനും അവിടെ കുളിച്ചിട്ട് ഒരു പ്രശ്നവും വന്നിട്ടില്ല. ഒരു ബാഡ് സ്മെല്ലോ ചൊറിച്ചിലോ പോലും വന്നിട്ടില്ല. വീട്ടിൽ വന്ന ശേഷമാണ് ഞാൻ തല കുളിച്ചത് പോലും. ഞാൻ അവിടെ നിന്ന് കുറച്ച് വെള്ളം കൊണ്ടുവന്നിരുന്നു. എടുക്കുമ്പോൾ കലങ്ങിയതായിരുന്നു. ഇപ്പോൾ കുറേ കൂടി തെളിഞ്ഞു. അതും ശ്രീകുട്ടി വീഡിയോയിൽ കാണിക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് എടുത്തു വന്ന വെള്ളമാണിതെന്നും ആരെയും ബോധിപ്പിക്കേണ്ട കാര്യം ഇല്ല എന്നും പറയുന്നു. ഈ വെള്ളം എൻ്റെ കുട്ടിക്കും അടുത്തുള്ള വീട്ടിലുമൊക്കെ കൊടുത്തു. അവരും അത് തലയിലൊഴിച്ചു. അവർക്കാർക്കും ചൊറി വന്നിട്ടില്ല. ഈ കള്ളം പറയുന്നതൊന്നുമല്ല. ജാതിമത ഭേദമില്ലാതെ ആർക്ക് വേണമെങ്കിലും അവിടെ പോകാം. എന്തിനാണ് എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ മോശം കമൻറ്റ് ചെയ്യുന്നത്? കോടിക്കണക്കിന് ആളുകൾ വന്നതല്ലേ. പാർട്ടിപരമായും കൂടുതലും കമൻറ്റ് വന്നിട്ടുള്ളത്. എനിക്കൊരു പാർട്ടിയുമില്ല. ഞാൻ ദൈവവിശ്വാസിയാണെന്നും നിങ്ങൾ എന്തിനാണ് അധിക്ഷേപിക്കുന്നതെന്നും മനസ്സിലാകുന്നില്ല എന്നുമാണ് ശ്രീകുട്ടി പറയുന്നത്. ഇങ്ങോട്ട് കയറി ചൊറിയണ്ട, എനിക്ക് ചൊറി വന്നാൽ ഞാൻ സഹിച്ചു. നിങ്ങൾ എന്തിനാ തോർത്ത് വിഷമിക്കുന്നു? കുംഭമേളയിൽ പോയതുകൊണ്ട് ഞാൻ നാടിൻ്റെ ശാപമാണത്രേ കമൻറ്റുകളും വരുന്നു. സയൻറ്റിഫിക്കലി അതേക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഒരു എക്സ്ട്രാ പവർ ആ വെള്ളത്തിൽ പതിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ആർക്ക് വേണമെങ്കിലും അവിടെ പോയി സ്നാനം ചെയ്യാം. ആ വെള്ളം ടെസ്റ്റ് ചെയ്യാനും അവസരമുണ്ട്. ജൂപ്പിറ്ററിന് ചുറ്റും സൂര്യനും ചന്ദ്രനും ചുറ്റുമ്പോൾ ഒരു പ്രത്യേക എനർജി ഉണ്ടാകും. ആ എനർജി ഈ വെള്ളത്തിലാണ് ചെന്ന് പതിക്കുന്നത്. അങ്ങനെയാണ് ആ വെള്ളത്തിന് ശക്തി ലഭിക്കുന്നത്. 63 കോടി ജനങ്ങളാണ് വന്നുപോയത്. ശുചിമുറികൾ തന്നെ ഇഷ്ടം പോലെ അവിടെയുണ്ട്. നമ്മൾ തന്നെ വൃത്തികേടാക്കുന്ന സാഹചര്യം മാത്രമാണ് അവിടെ ഉള്ളത്. ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കുന്നുണ്ടെന്നും താരം ചൂണ്ടിക്കാണിക്കുന്നു. എല്ലാം നല്ല രീതിയിലാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. ആർക്ക് വേണമെങ്കിലും അവിടെ പോയി മുങ്ങിക്കുളിക്കാം. ഇത് നമുക്ക് കിട്ടിയ ഭാഗ്യമാണ്. ഞങ്ങൾ കാറിൽ ഡ്രൈവ് ചെയ്ത് കിലോമീറ്ററുകൾ താണ്ടിയാണ് അവിടെ എത്തിയത്. 5000 കിലോമീറ്ററോളം സഞ്ചരിച്ചു. റൂം കിട്ടിയില്ല എന്നത് ബുദ്ധിമുട്ടിച്ചു. നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും ഒന്നുമല്ല. അവിടെ പോയി അനുഭവിക്കണം. ഇനി അടുത്ത 144 വർഷം കഴിഞ്ഞാലാണ് അടുത്ത മഹാകുംഭമേള വരികയുള്ളൂ. നമ്മുടെ തലമുറയ്ക്ക് കിട്ടിയ ഭാഗ്യമാണ് ഇതെന്നാണ് ശ്രീകുട്ടി പറയുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.